കാസർഗോഡ് ജില്ലയിൽ 3 നഗരസഭകളിലും 19 പഞ്ചായത്തുകളിലും UDF-ന് ഭൂരിപക്ഷം. മത്സരിച്ച 5 MLA-മാരിൽ 4 പേർ കന്നിക്കാരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ തൃക്കരിപ്പൂരിൽ ഉൾപ്പെടെ വിജയിച്ച് ചരിത്രം കുറിച്ച UDF-ന് പഞ്ചായത്തു തല കണക്കിലും വലിയ മുന്നേറ്റം. ഇടതുപക്ഷം ഭരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലും നീലേശ്വരം നഗരസഭയിലും ഭൂരിപക്ഷം UDF-ന്. ഇതോടെ ജില്ലയിലെ 3 നഗരസഭകളിലെയും മേൽക്കൈ UDF-നായി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കണക്കെടുത്താൽ വാർഡ് ബലത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് ഇരു മുന്നണികളും. എന്നാൽ ആകെയുള്ള 34 വാർഡുകളിൽ 21 വിജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. ഈ നഗരസഭയിൽ UDF ആധിപത്യം നേടിയത് CPM-ലുണ്ടാക്കിയ ഞെട്ടൽ കുറച്ചൊന്നുമല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് UDF-ന് കിട്ടിയിരുന്നത്. 15 പഞ്ചായത്തുകളും 2 നഗരസഭയുമായിരുന്നു ഇടതുമുന്നണിക്ക് ലഭിച്ചത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനേക്കാൾ മികവാണ് UDF കാഴ്ചവെച്ചത്. അവർക്ക് 3 നഗരസഭകൾക്കൊപ്പം 19 പഞ്ചായത്തുകളിലും മേൽക്കൈ നേടാനായി. അതേസമയം ഇടതുപക്ഷത്തിനാകട്ടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലും നിലനിർത്താനായില്ല. 2 നഗരസഭകളിൽ മേൽക്കൈ നഷ്ടമായെന്ന് മാത്രമല്ല, 12 പഞ്ചായത്തുകളിലൊതുങ്ങി അവരുടെ ഭൂരിപക്ഷം. ഇടതുപക്ഷം ഭരിക്കുന്ന വെസ്റ്റ് എളേരി, പടന്ന, ഉദുമ, പള്ളിക്കര പഞ്ചായത്തുകളിലാണ് UDF മുന്നേറ്റമുണ്ടാക്കിയത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ CPM-ന്റെ കരുത്തുറ്റ കോട്ടകളിൽ പലയിടത്തും പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷം നേടാൻ ഇടതുമുന്നണിക്കായില്ല. കയ്യൂർ ചീമേനിയിൽ 7500 വോട്ടിലധികം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെടുത്ത് 6291 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ചെറുവത്തൂരിൽ 2000-ലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് 1000-ൽ താഴെയായി. കൂടുതൽ ഭൂരിപക്ഷം LDF-ന് കിട്ടിയ പഞ്ചായത്തുകളിലൊന്ന് പിലിക്കോടാണ്. അവിടെയും 1000 വോട്ടിന്റെ കുറവ് വന്നെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VPP മുസ്തഫയുടെ പഞ്ചായത്തായ തൃക്കരിപ്പൂരിൽ പോലും ആ മുന്നണിക്ക് പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചില്ല. അതേസമയം ഈസ്റ്റ് എളേരിയിലും വെസ്റ്റ് എളേരിയിലും പടന്നയിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് UDF-ന് ലഭിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വിജയിച്ച 5 MLA-മാരിൽ 4 പേരും കന്നിക്കാരാണ്. ഇതിൽ 3 പേരും ആദ്യ മത്സരത്തിലാണ് വിജയിച്ചത്. കല്ലട്ര മാഹിനും K നീലകണ്ഠനും ഗോവിന്ദൻ പള്ളിക്കാപ്പിലും. 4-മനായ സന്ദീപ് വാര്യർ 2021-ൽ ഷൊർണൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു. ജില്ലയിൽ 2 സിറ്റിംഗ് MLA-മാരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫും ഉദുമയിൽ CH കുഞ്ഞമ്പുവും. ഇതിൽ അഷ്റഫ് വിജയിച്ചപ്പോൾ കുഞ്ഞമ്പു പരാജയപ്പെട്ടു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പരാജയപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.